അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മരിക്കാൻ കാരണം എന്തെങ്കിലും ഇല്ലാതെ വരികയില്ല. ഇപ്പം നമ്മൾ എന്നാ പറയാൻ, ഒരു വിദ്യാഭ്യാസ യോഗ്യതയിൽ പെണ്ണൊരു വക്കീല്, നമ്മൾ ഈ കുട്ടികളെ കൊണ്ട് മരിക്കാൻ എന്ത് കാരണമെന്നുള്ളത് അന്വേഷിച്ചറിയേണ്ടത് ഇതിലുള്ള ചുമതലപ്പെട്ട ആൾക്കാരാണ്. നമുക്ക് പറയാൻ പറ്റില്ല, എന്തെങ്കിലും ഒരു കാരണം കാണും ദേശമായിട്ട്. ഇല്ലാതെ ഏതായാലും ഒരു വക്കീൽപ്പെട്ട് പിന്നെ 2 കുട്ടികളെ കൊണ്ട് മരിക്കാൻ തയ്യാറാക്കി. അതെ, പിന്നെ സാധാരണ ഒരു പെണ്ണില്ല, ഒരു വക്കീലാണ്. പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അതെ, ആ വക്കീൽ പെണ്ണ് ഇതുപോലൊരു ക്രൂരകൃത്യം ചെയ്യണമെങ്കിൽ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. എനിക്ക് പെണ്ണെ അറിയത്തുമില്ല. ഇതൊന്നും നമുക്ക് ഇതിൻ്റെ കാര്യമായിട്ട് പറയാൻ പറ്റിയ. പക്ഷെ സത്യം ജിമ്മിയൊക്കെ അറിയത്തില്ലേ? ജിമ്മിയും അച്ഛനെയൊക്കെ അറിയത്തില്ലേ? അതൊക്കെ അറിയാം, അവരൊക്കെ അറിയാം. പക്ഷെ ഇവരൊക്കെ പാവങ്ങളാന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് കാര്യമില്ലല്ലോ. പാതിരായിക്ക് സൂര്യൻ ഉദിക്കണം, ആരാ എങ്ങനെയാന്നുള്ളത് അറിയണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ എന്താന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റിയല്ല. ഓരോ വീടിനകത്ത് നടക്കുന്നത്. അതെ, ഇപ്പം ഇതിനകത്ത് നടക്കുന്ന രഹസ്യങ്ങൾ എന്താന്നുള്ളത് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുമോ? ഞാൻ പുറത്ത് നല്ല മാന്യനായിട്ടാണ് പെരുമാറുന്നത്, അന്തസ്സായിട്ട് എല്ലാവർക്കും നല്ല ഇതായിട്ടാണ് പെരുമാറുന്നത്. പക്ഷെ എൻ്റെ ഉള്ളിൽ ആരും കണ്ടുവരില്ല. ഇത് എന്താണുള്ളത് നമുക്ക് പറയാൻ പറ്റിയ. പക്ഷെ എന്തെങ്കിലും ഒരു കാരണമുണ്ടെന്നുള്ളത് ഉറപ്പാണ്, സത്യം. അത് കണ്ടുപിടിക്കേണ്ടത് അതിനുള്ള ആൾക്കാരാണ്. അത് തെളിയുമോ ഈ കേസ്? ഈ കേസ് തെളിയും എന്ന് വിചാരിക്കുന്നുണ്ടോ? ഈശ്വരൻ തെളിയിക്കും. അല്ലെങ്കിൽ ഒരു കോടതി ഉണ്ട്, ആ കോടതി തെളിയിച്ചിരിക്കും. ഈ വീട്ടുകാരെയൊക്കെ നേരത്തെ തൊട്ട് അറിയാമായിരുന്നോ? നേരത്തെ തൊട്ട് എന്റെ ചെറുപ്പം മുതലേ എനിക്കറിയാം. അപ്പൊ അങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള വിഷയക്കാരാന്ന് തോന്നുന്നുണ്ട് ബീന ടീച്ചറും. അതിനിപ്പോ ഞാൻ പറഞ്ഞില്ലേ, അത് പറയണമെന്ന് വരികില് നമ്മൾ ആ വീടുമായിട്ട് അത്ര അടുപ്പമില്ല. കാര്യം ഇപ്പം നമ്മുടെ ദീർഘാടാണെന്ന് പറഞ്ഞാലും ഈ ഇവിടെ വന്നേ പിന്നെ കൂടുതൽ ഇവരുമായിട്ട് കാണാൻ നമുക്ക് പിന്നെ ഇതുള്ളൂ. പിന്നെ അവരുടെ അച്ഛനെ പറ്റി അറിയാം. പറഞ്ഞു കഴിഞ്ഞാൽ സാറേ, അതിന് പിന്നെ ചെറുപ്പത്തിൽ ഇപ്പം നമുക്ക് ദുരിതങ്ങൾ വരും. പിന്നെ ഇതൊക്കെ നമ്മള് പിന്നെ പല ഘട്ടങ്ങളിൽ പല രീതിയിലായിരിക്കും നമ്മൾ വളർന്നു വന്നു കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചില മാറ്റങ്ങൾ വരും. അത് എനിക്ക് വരുന്നതും നിങ്ങൾക്ക് വരുന്നതും ഏതാണെന്ന് നമ്മൾ പരസ്പരം പറയാൻ പറ്റുകയില്ല. ശരിയാ, ഇങ്ങനെയൊക്കെ ഉള്ളത് നമുക്കറിയത്തുള്ളൂ. കാരണം ഒന്നാമത്തെ നമുക്ക് ടി വി വെക്കുക, പിന്നെ പ്രായമായി 84 എന്നോടെ ഇടപെടൽ കുഴപ്പമില്ല, എൻ്റെ കാഴ്ചപ്പാടിനും കുഴപ്പമില്ല. പക്ഷെ ഇതിങ്ങനെ വന്നു എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആരാ എന്താ പറയുന്നത് നമുക്ക് പറയാൻ പറ്റിയല്ല. അല്ല, ഇപ്പൊ ഇത്രയും 2 പിള്ളേരെയും കൂടെ ചേർത്ത് ആത്മഹത്യ ചെയ്യും. അതെ, ഒരു പ്രയാസമുണ്ട്. പിന്നെ നമുക്കതിനകത്ത് പറയാൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കോടതി ആയാലും ഈ കോടതിയിലെ ആർക്കും പിന്നെ മറക്കാനൊക്കെ ഒരു കോടതിയുണ്ട്, ആ കോടതി ശിക്ഷിക്കും. ഈ മരണപ്പെട്ട കടവിൽ പോയിട്ടുണ്ടോ? ഞാനോ? ഞാൻ അതിനെപ്പുറം മണൽ വാരിക്കൊണ്ടിരുന്നവനാ. അവിടെ അതിന് മാത്രം താഴ്ചയുണ്ടോ? അവിടെ നല്ല ആഴമാണ്. ആഴം എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ ഇതും ബോർഡ് വരെ എഴുതി വെച്ചിട്ടുണ്ട്. ചുഴിയുണ്ടോ അവിടെ? ചുഴിയുണ്ട്. അപ്പൊ ഈ പിള്ളേരെ എടുത്ത് ആത്മഹത്യ ചെയ്യാനുള്ള വഴിയുണ്ടോ അവിടെ? സ്പേസ് ഉണ്ടോ? അങ്ങോട്ട് ഇറങ്ങുന്നത് എങ്ങനെയാ? അങ്ങോട്ട് ഇറങ്ങുന്ന പാടല്ലേ? കുത്തുകല്ലൊക്കെ പിടിച്ച് 2 കുട്ടികളെ കൊണ്ട് അങ്ങനെ ഇറങ്ങും. അത് തന്നെ എനിക്കറിയാം. അതല്ല ഞാൻ പറഞ്ഞേ, അതിനെപ്പറ്റി പറയാനായിട്ട് നമുക്കൊരു കാഴ്ചപ്പാടില്ല. കണ്ടു വേണമെങ്കിലേ പറയാം. പിന്നെ ഊഹാഭോഗത്തിൽ പലതും പറയാം. മനസ്സിലായോ? നമ്മൾ കണ്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് എങ്ങനെയാ പറയാൻ പറ്റുന്നത്? ഇങ്ങനെ മരിച്ചെന്നുള്ളത് അറിഞ്ഞു. അതിന് നേരെ ഇക്കരെ ഞങ്ങൾ മണൽ വാരിക്കൊണ്ടിരുന്നതിനാ ചെറുപ്പത്തിൽ. അവിടെ ആഴമുള്ളതാണ്. അവിടെ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. അല്ല, 1-2 പേരല്ല, പല ആൾക്കാര് മരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പെൺകുട്ടിക്ക് എങ്ങനെയാ കടവ് മനസ്സിലായി? അങ്ങനെ അത് നല്ലൊരു ചാകാൻ പറ്റുന്നൊരു കടവാണോ? അത് ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞില്ലേ, അത് അന്വേഷിച്ച് പിടിക്കേണ്ടത് പോലീസ്, അല്ലെങ്കിൽ അതിൻ്റെ ഇത് ഇവിടുന്ന് അവിടം വരെ പോയി ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലേ പറഞ്ഞേ. ഇതിനെപ്പറ്റി എന്നോട്
ടീച്ചറിനോട് ഇപ്പോൾ ഒരു അഭിപ്രായം ചോദിച്ചാൽ ഞാൻ എന്താ അതിന് പറയും? ബീന ടീച്ചറിനെ പറ്റിയൊക്കെ വളരെ മോശമായിട്ട് ആൾക്കാർ പറയുന്നത് ആയിരിക്കാം. പക്ഷെ എനിക്ക് ഞാനത് പെട്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. എങ്ങനെ കാണുന്നുണ്ട്, ഒരു കാരണത്താലും നമ്മൾ ഒന്നിനും അങ്ങോട്ട് പോയിട്ടില്ല. പിന്നെ ഒന്നിനും. അപ്പൊ പിന്നെ നമുക്ക് ആ സ്വഭാവം എങ്ങനെ അറിയാമെന്ന് നോക്കില്ലേ. പലരും പറഞ്ഞ എന്നെപ്പറ്റി ഇപ്പൊ എന്താ അപ്പുറം പറയുന്നു നമുക്ക് പറയാൻ പറ്റുമോ? എൻ്റെ മനസ്സ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തുള്ളൂ. എൻ്റെ പ്രവർത്തനം, ഞാൻ ചെയ്യുന്ന പ്രവർത്തനം എൻ്റെ മക്കൾക്കേ ചിലപ്പോൾ അറിയത്തുള്ളൂ, അല്ലാതെ മറ്റൊരാൾക്ക് അറിയാൻ നോക്കുകയല്ല. ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായപ്പോൾ ഇങ്ങനെ ജനിച്ചു വളർന്ന ആളെന്നുള്ള നിലയിൽ ചേട്ടൻ എന്നാ തോന്നുന്നു ഈ ഒരു സംഭവം? ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നു. ഇങ്ങനെ ഒരു സംഭവം നേരത്തെ ഉണ്ടായിട്ടില്ലല്ലോ ഇങ്ങനെ ഒരു. ഇവിടെ ഒരു 3-4 പോയിട്ടുണ്ട്. വണ്ടി പറഞ്ഞു ആത്മഹത്യ ചെയ്തു. അതെ, അങ്ങനെ ഒരു ആത്മഹത്യമില്ല, ഇത് അപകടം. ഈ താഴെയാ, അതായത് 86-ലാണോ 87-ലാണോ ക്രിസ്മസിന്റെ തലേ ദിവസം 25-ാം തീയതി 24-ാം തീയതി വൈകിട്ട് ഇവിടെ വണ്ടി കഴിഞ്ഞൊരു 4 മരിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വേറെ പിന്നെ കുടിച്ചതും വെള്ളം പോയി വെച്ചതും 5-6 പേര് ഇങ്ങനെ പോയിട്ടുണ്ട്. ആത്മഹത്യയായിട്ട് ഇങ്ങനെ പിള്ളേരെയും കൊണ്ട് പോകുന്ന ആദ്യം ഇല്ല. പിള്ളേർക്ക് ശരിക്കും ജീവിക്കാൻ അവകാശമില്ല. പിള്ളേർക്ക് ശരിക്കും ജീവിക്കാൻ അവകാശമുള്ളതാണ് സാറേ. ഞാൻ പറഞ്ഞേ, അവകാശമുള്ള ആളെ അതിന് അനുവദിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? എനിക്ക് അവകാശമുണ്ട്, എൻ്റെ മക്കളെ അല്ലെങ്കിൽ മറ്റൊരാൾ അനുവദിക്കുന്നില്ല, ഞാനെ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് പോയാല് അവര് നന്നായിട്ട് നോക്കത്തില്ല എന്നൊരു തോന്നലൊന്നും. അതെ, ഇതുപോലെ ഇവിടെ പണ്ടൊരു ചാക്കോ എന്ന് പറഞ്ഞൊരുത്തൻ ആത്മഹത്യ ചെയ്തു. അവിടെ ഒരു കൂട്ടുകാരനാണ്. അതിന് വിഷം അടിച്ച് വെച്ച് പിന്നെ കൊച്ചിനെ തല്ലിക്കൊല്ലുകയും ചെയ്തു. അന്നേരം അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ പോയാൽ എൻ്റെ കൊച്ചിനെ ആരും നോക്കാനില്ല, അതിഭേദം എൻ്റെ കുഞ്ഞ് എൻ്റെ കൂട്ടത്തിൽ പോരട്ടെ എന്ന് പറഞ്ഞാൽ അവൻ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ വിഷം അടിച്ച് മരിക്കുകയായി. കുഞ്ഞിനെ ചത്തു. കുഞ്ഞിനെ കൊന്നു. കുഞ്ഞിനെ കൊന്നതിന് ശേഷം അവൻ മരിക്കുന്നത്. പിന്നെ ജിമ്മിയുടെ അച്ഛനെ പറ്റിയൊക്കെ വളരെ നാട്ടുകാർക്ക് നല്ല അഭിപ്രായമല്ല ഉള്ളത്. അവൻ പിന്നെ ഇതിൻ്റെ പ്രസിഡന്റ് ലെവലല്ലേ, ഈ പിന്നെ വണ്ടിയുടെ ഇത് അസോസിയേഷൻ്റെ ഒരു പ്രസിഡന്റ് ലെവലാണ്. എന്തെങ്കിലും വിഷയമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിയെ കുറിച്ച് പറയുന്നുണ്ടോ? പുള്ളിയൊക്കെ ഒരു മോശമായ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടോ ആൾക്കാർക്ക്? സാറേ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവരുമായിട്ട് അത്ര അടുപ്പില്ല. അങ്ങനെ നമുക്കിപ്പോൾ ഒരു ആവശ്യത്തിന് അങ്ങോട്ട് ചെന്ന് എന്തെങ്കിലും ഒന്ന് ചോദിക്കുകയോ മേടിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ ഞാൻ എന്നാ അതിന് മറുപടി പറയാം? ടീച്ചർ മക്കളെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, എന്നെ അവരാരും മക്കളെ ഇല്ല, എന്റെ മക്കളെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. എന്റെ ഇളയ മകള് തന്നെ 52 വയസ്സ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.